നിൻ്റെ ജീവിതത്തിൽ നീ നെഗറ്റീവുകൾക്ക് ഇടം നൽകരുത്. അത് നഷ്ടപ്പെട്ടല്ലോ, ആ പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ, ആ സ്ഥലം വാങ്ങിയിരുന്നെങ്കിൽ, അന്ന് അവിടേക്ക് പോയിരുന്നെങ്കിൽ എന്നിങ്ങനെ നെഗറ്റീവുകൾ മാത്രം ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നിൻ്റെ കാര്യങ്ങളുടെ പൂർണ്ണത നിൻ്റെ രക്ഷിതാവിൻ്റെ കൈകളിലാണ് എന്ന് നീ ഓർക്കണം. ചിലപ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, എന്നാൽ ഭാവിയിൽ ധാരാളം അവസരങ്ങൾ ലഭിച്ചേക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം, അദ്ദേഹം തൻ്റെ പിതാവിനെ അങ്ങേയറ്റം സ്നേഹിച്ചു. അത് മനോഹരമായൊരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ സ്നേഹത്തിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? അദ്ദേഹം കിണറ്റിൽ എറിയപ്പെട്ടു. കിണറ്റിലെറിയപ്പെടുക എന്നത് വേദനാജനകമായ ഒരു കാര്യമാണ്. എന്നാൽ അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? അദ്ദേഹം മിസ്റിലെ ഭരണാധികാരിയുടെ വീട്ടിൽ ആദരിക്കപ്പെട്ടു. ഭരണാധികാരിയുടെ വീട്ടിൽ ആദരിക്കപ്പെടുക എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്, സംശയമില്ല. എന്നാൽ അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു. ജയിലിൽ അടക്കപ്പെടുക എന്നത് ഏറെ അപമാനകരമായ കാര്യമാണ്. എന്നാൽ അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? അദ്ദേഹം പിന്നീട് മിസ്റിൻ്റെ തന്നെ ഭരണാധികാരിയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നാം ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്കാണ് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ സ്രഷ്ടാവായ റബ്ബാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടായാൽ അതിൻ്റെ യുക്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിച്ച ഒരാളായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. പക്ഷേ അവസാനം അനന്തരഫലം എന്തായിരുന്നു? വിജയമാണ്. അപ്പോൾ ജീവിതത്തിൽ നിരാശയുമായി ജീവിക്കുന്ന ആളുകൾ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വായിക്കുകയാണെങ്കിൽ പച്ചയായ ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം അയാൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്.